ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന ജിം റാംജി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാരുകൾ ചെലവഴിക്കേണ്ട തുക ഉയരും. ബില്ലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. ബൽറാം നെടുങ്ങാടി അപ്ഡേഷനുമായി ചേരുന്നു. പറയൂ ബൽറാം. രാജ്യത്ത് 15 കോടിയിലേറെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതിനായി ഒരു അപ്രതീക്ഷിത നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത്തരത്തിൽ ഈ പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഇന്നലെ പുലർച്ചെയാണ് ഈ ബില്ലിൻ്റെ കരട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും തുടർന്ന് ഇന്നലെ ഉച്ചയോടെ ഈ ബില്ല് അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇന്നലെ വൈകിട്ട് അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതേസമയം TDPയുടെ ഭാഗത്തു നിന്നും ഈ ബില്ലിൻ്റെ ചില വ്യവസ്ഥകൾ സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്നിരുന്നതിനെ തുടർന്ന് ഇന്നലെ ഈ ബില്ല് അവതരിപ്പിച്ചിരുന്നില്ല. ഇന്ന് എന്തായാലും ബില്ല് അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ഈ ബില്ല് അവതരിപ്പിക്കുക. പ്രധാനമായും ഈ ബില്ലിൻ്റെ പേര് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് മാറ്റിക്കൊണ്ട് ചുരുക്കെഴുത്തിൽ ജി റാം ജി എന്ന പേരിലാണ് ഈ ബില്ല് വരുന്നത്. ഒപ്പം തന്നെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 100 തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിക്കും. അതേസമയം നിലവിൽ പദ്ധതിയുടെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. അത് മാറ്റിക്കൊണ്ട് സംസ്ഥാനങ്ങൾ 40% വിഹിതം വഹിക്കുന്ന തരത്തിലാണ് പുതിയ ബില്ല് വിഭാവന ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ബില്ല് അവതരിപ്പിക്കുക. എന്തായാലും ബില്ല് അവതരണത്തെ എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം രാജ്യസഭയിൽ ഇന്നും SIR സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.